സന്നിധാനത്ത് മകരവിളക്കിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. സന്നിധാനത്ത് നിന്ന് അശ്വജിത്ത് കൂടിയുണ്ട്. അശ്വജിത്ത്, അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ? പൂർണ്ണമായിട്ടും ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടോ സന്നിധാനം? ഒപ്പം തന്നെ തീർത്ഥാടകരുടെയൊക്കെ നിയന്ത്രണമൊക്കെ എങ്ങനെയായിരിക്കും ആ ദിവസം? മകരവിളക്കിന് ഇനി 2 ദിവസമാണ് ബാക്കിയുള്ളത്. ഇന്ന് സന്നിധാനത്ത് അധികം തിരക്ക് അനുഭവപ്പെടുന്നില്ല. രാവിലെ മുതൽ തന്നെ പമ്പയിലും മരക്കൂട്ടത്തും ഒന്നും തന്നെ കാര്യമായി തിരക്ക് അനുഭവപ്പെടുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഫ്ലൈ ഓവറിലും സോപാനത്തിലേക്ക് ഉള്ള ഫ്ലൈ ഓവറിലും കാര്യമായി തിരക്കില്ല. ഒരു വരിയിലാണ് ഭക്തർ കടന്നു പോകുന്നത്. സോപാനത്തോട് അടുക്കുമ്പോഴും തിരക്കില്ല. വളരെ സുഖമായി തന്നെ ഭക്തർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട്. സ്വാമി, എവിടെ നിന്നാണ്? மலேசியாலேருந்து வந்திருக்கிறேன். മലേഷ്യ. ഇനി മകരവിളക്ക് കഴിഞ്ഞേ പോകുന്നുള്ളൂ? இதான் நாலாவது தடவை வந்திருக்கிறேன். வந்து തിരക്കില്ല, തീരെ തിരക്കില്ല അല്ലേ? என்ன சொல்றீங்க? இன்னைக்கு கூட்டம் அதிகமாக இன்னைக்கு ரொம்ப நல்ல சிறப்பு. இன்னைக்கு விடிய காலை 3:30 மணிக்கு நாங்கள் உள்ளுக்கு வந்தோம். ஆனால் ஆளு குறவா இருந்துச்சு. நாங்கள் நினைச்சது, நாங்கள் மலேசியாலேருந்து ரொம்ப ரிப்போர்ட் எங்களுக்கு கிடைச்சிச்சு. ஒரு நாளைக்கு வந்து 19 நிமிஷம் 20 நிமிஷம் 20 நடி இருக்குன்னு. நாங்கள் இன்னைக்கு நாங்கள் வரும்போது அரை மணி நேரம் கூட இல்லை, நாங்கள் வந்து தரிசனம் முடிச்சிட்டோம். ഈസ പിടിച്ചിട്ട് എங்களுக்கு ரொம்ப സന്തോഷമാ ഇരുந்துச்சு. അങ്ങനെ, അതായത് ഇന്ന് എത്തിയ ഭക്തർക്ക് ഒന്നോ രണ്ടോ തവണ അയ്യപ്പനെ കാണാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി, കഴിഞ്ഞ 2-3 ദിവസങ്ങളിലൊക്കെയായി ഇവിടെ എത്തിയ ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും ഒക്കെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സന്നിധാനത്തും പരിസരത്തും, പ്രത്യേകിച്ച് പാണ്ടിത്താവളത്തും ഒക്കെയായി നല്ല കൂട്ടമായി, അല്ലെങ്കിൽ ഭക്തർ പർണശാലയൊക്കെ കെട്ടി കൂട്ടമായി കൂടിയിട്ടുണ്ട്. അവരൊക്കെ മകരവിളക്ക് കഴിഞ്ഞ് മാത്രമേ മടങ്ങുകയുള്ളൂ. നാളെയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും ചടങ്ങുകൾ തുടങ്ങുക. മറ്റന്നാൾ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് വൈകിട്ടോടെ എത്തിച്ചേരും. വൈകിട്ടാണ് മകരവിളക്ക് ദർശനം.